നമസ്കാരം. എൻ്റെ നാട് പരവൂരിൻ്റെ ചരിത്രപഥങ്ങളിലൂടെ ഒരു യാത്ര ശക്തിയുക്തം തുടരുകയാണ്. ഏവർക്കും സ്വാഗതം. എൻ്റെ നാടിൻ്റെ ആരാധനകൾ, അത് ദൈവത്തിൻ്റേതായാലും മറ്റേതെങ്കിലും പ്രകൃതി ശക്തിയുടേതായാലും, ഈ ചരിത്രയാത്രയിൽ സവിസ്തരം പ്രതിപാദിക്കാതെ തരമില്ല. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളെ തേരോട്ടം എന്ന പേരിൽ ആലേഖനം ചെയ്യുന്നത്. തേരോട്ടം. പരവൂരിൻ്റെ ചിരപുരാതനവും കേൾവികേട്ടതുമായ ആരാധനാലയങ്ങളുടെ ചരിത്രപഥങ്ങളിലൂടെയാണ് തേരോട്ടം പ്രയാണം ചെയ്യുന്നത്. ക്ഷേത്രങ്ങളുടെയും ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് എൻ്റെ നാട്. ഈ തേരോട്ടം തുടങ്ങുന്നത് 2500 വർഷങ്ങൾക്കും അപ്പുറമാണ്. അന്നത്തെ രീതിയിൽ പുരോഗമിച്ച ഒരു ജനവർഗം പരവൂരിലുണ്ടായിരുന്നു, നമ്മുടെ പ്രാചീന ആദിവാസികൾ. അവർ മഴയെയും കാറ്റിനെയും പ്രകൃതിയുടെ മറ്റെല്ലാ പൈശാചിക വികാരങ്ങളെയും ഭയപ്പാടോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. അങ്ങനെ അവർ ഗത്യന്തരമില്ലാതെ ആ ശക്തികളെ ആരാധിച്ചു തുടങ്ങി. അവിടെയാണ് വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും തുടക്കമെന്ന് പറയുന്നത്. അങ്ങനെ ആരാധനയുടെ പല പരിണാമഘട്ടങ്ങളിലൂടെ തേരോടി ഇന്ന് മറ്റു പല പ്രദേശങ്ങളിലെ പോലെ പരവൂരിലും 100-ലധികം ആരാധനാലയങ്ങളുണ്ട്. അത് ഹിന്ദുവിൻ്റേതായാലും മുസ്ലിമിൻ്റേതായാലും ക്രിസ്ത്യാനികളുടേതായാലും. അവയിലൂടെയാണ് എൻ്റെ നാടിൻ്റെ ചരിത്രപരമായ തേരോട്ടം തുടരുന്നത്. എല്ലാവരും കാണുക, പ്രതികരണങ്ങളും പ്രോത്സാഹനങ്ങളും അറിയിക്കുക. വൃക്ഷാരാധനയാണ് ഏറ്റവും പ്രാചീനമായ ആരാധനാ സമ്പ്രദായം. പരവൂരിൻ്റെ ആരാധനാ ചരിത്രവും അവിടെ നിന്ന് ആരംഭിക്കുന്നു. അങ്ങനെ പാല, പന തുടങ്ങിയ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് മറ്റു വൃക്ഷങ്ങളെ സംരക്ഷണ വൃക്ഷങ്ങളാക്കി സംരക്ഷിച്ചു പോയപ്പോഴാണ് അത് കാവുകളായി പരിണമിച്ചത്. ഇത്തരം കാവുകൾ പരവൂരിൽ വ്യാപകമായി കാണുന്നത് കൊണ്ട് തന്നെ എൻ്റെ നാട് ഒരു ആദിവാസ കേന്ദ്രമായിരുന്നുവെന്ന് സ്പഷ്ടമായി പറയാം. ഇത്തരം വൃക്ഷാരാധനാ കേന്ദ്രങ്ങളാണ് സർപ്പക്കാവുകളായി പരിണമിച്ചത്. സർപ്പക്കാവുകളിൽ നിന്നും മാതൃപൂജ, അതായത് കാളി പൂജ. കാളി എന്നാൽ കറുത്തവൾ. ശിലാബിംബങ്ങളും വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും വന്നപ്പോൾ കാളിയമ്മയെ, അതായത് കറുത്തവളെ, വൃക്ഷങ്ങളിൽ നിന്ന് ശിലാപ്രതിഷ്ഠകളാക്കി മാറ്റി. പ്രപഞ്ചത്തിൽ ആദ്യം കാടുണ്ടാവുന്നു. ആ കാട്ടിൽ നിന്ന് ഉണ്ടാവുന്ന പ്രത്യേകതകൾ, അതായത് ജീവജാലങ്ങളുണ്ടായി, അതിൽ നിന്നുള്ള വ്യത്യാസങ്ങളിൽ നിന്ന് മനുഷ്യനുണ്ടായി. ആ മനുഷ്യനും വ്യത്യസ്തപ്പെട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ പരുവത്തിലായി. അത് കാളിയാദി മഠം എന്നാണ് പറയുന്നത്. അപ്പോൾ കാളിയാദി മഠത്തിൽ എന്ന് പറയാൻ നമ്മളെ അപ്പൂമാനും അമ്മമാരൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചശക്തി, അതായത് നമ്മളെ ശക്തി പിന്നെ അത് ഉരുതിരിഞ്ഞ്, ശക്തി ഉരുതിരിഞ്ഞ്, അതായത് ഭദ്രയായി, കാളിയായി, കുറുമ്പയായി, കുറത്തിയായി മനുഷ്യ ജന്മം എടുത്തെന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഈ ആ മനുഷ്യ ജന്മം ഉണ്ടായി, അതിന് ഒരു കുടുംബം ഉണ്ടായി. അതിൽ പിന്നെ കലാകുടുംബം എന്നാണ് പറയുന്നത്. കലൈക്കോട്ട് എന്നാണ് ഈ കുടുംബത്തിൻ്റെ പേര്. കലാക്കോട്ട് കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് കാളി, കുറുമ്പ, നീലി, ഈ കലാക്കോട്ട് ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ആരാധനാ രീതികളിലും അതിനോടനുബന്ധിച്ച് പരവൂരിൽ നിലനിന്നിരുന്ന ആദിവാസി സംസ്കാരത്തിന്റെ തേരോട്ടം യുഗയുഗാന്തരങ്ങളെ അതിജീവിച്ച് ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. ആ ആരാധനാലയങ്ങൾ കാടിയാദി കാവുകളാണ്. ഈ കാവുകൾ എൻ്റെ നാടിന്റെ ആദിമ ചരിത്ര സ്മാരകങ്ങളാണ്. പരവൂരിലെ എല്ലാ ക്ഷേത്രങ്ങളുടെ പിന്നിലും ഇത്തരമൊരു ആദിവാസി സംസ്കാരത്തിന്റെ തേരോട്ടം ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ടെന്നത് സ്പഷ്ടമാണ്. ഇത്രയും ആമുഖമായി പറഞ്ഞാലേ പരവൂരിന്റെ ഏറ്റവും പുരാതന ക്ഷേത്രമായ പൊഴിക്കര മേജർ ദേവി ക്ഷേത്രത്തിലേക്ക് നമ്മുടെ തേരോട്ടത്തിന് കടന്നു ചെല്ലാനാവൂ. പരവൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ
പരവൂരിൻ്റെ ചരിത്രകാലം എന്ന് പറയുന്നത്, ഏതൊരു പ്രദേശത്തിൻ്റെയും ചരിത്രകാലം എന്ന് പറയുന്നത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം തുടങ്ങിയ കാലം മുതലാണ്. പരവൂരിൻ്റെ രേഖപ്പെടുത്തിയ ചരിത്രം എന്ന് എവിടെയാണ് എന്ന് പരിശോധിച്ചാൽ നാം ചെന്നെത്തുന്നത് പുഴിക്കര ദേവീക്ഷേത്രത്തിലെ ശിലാഫലകത്തിലേക്കാണ്. സ്വസ്തി ശ്രീ പൊഴിക്കര പട്ടാരർക്കുത്തിരുവമൃതിനി. ഈ ശിലാഫലകം വട്ടെഴുത്തിലുള്ളതാണ്. എന്നാണ് അത് രേഖപ്പെടുത്തിയത് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല എങ്കിലും അതിലുപയോഗിച്ചിരിക്കുന്ന ലിപിയുടെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധരൊരു കാലനിർണയം നടത്തിയിട്ടുള്ളത്. ആ കാലനിർണയപ്രകാരം ഇത് 12-ാം നൂറ്റാണ്ടിലെയോ 13-ാം നൂറ്റാണ്ടിലെയോ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉഴുമവരിരട്ടയ്യാൽ 18 നാഴി എണ്ണൈ തിരുവിളക്കിനു കട്ടക്കാടവിയ. അങ്ങനെ വരുമ്പോൾ പരവൂരിൻ്റെ ചരിത്രാരംഭ കാലത്തെ നമുക്ക് 12-ാം നൂറ്റാണ്ട് എന്ന് കണക്കാക്കുന്നതിൽ തെറ്റില്ല. ഈ ശിലാഫലകത്തിൽ പുഴിക്കര ദേവൻ അല്ലെങ്കിൽ പുഴിക്കര പട്ടാരർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുഴിക്കര പട്ടാരർ എന്ന് പറഞ്ഞാൽ ജൈന ദേവൻ അല്ലെങ്കിൽ ജൈന സന്യാസി എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ പുഴിക്കര ഇപ്പോഴത്തെ ദേവീക്ഷേത്രത്തിലെ ആദ്യകാലം അതൊരു ജൈന സങ്കേതം ആയിരുന്നു എന്ന് കരുതപ്പെടുന്നു. പിന്നീട് അതൊരു ശൈവക്ഷേത്രമായി മാറി എന്നും, അതായത് ഹിന്ദുമതത്തിൻ്റെ വരവോടെ ശൈവ വൈഷ്ണവ പക്ഷങ്ങൾ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങിയപ്പോൾ അതൊരു ശൈവക്ഷേത്രമായി എന്നും ശൈവാലയമായി എന്നും, പിന്നീട് ദേവിയാണ് ഈ തീരദേശത്തെ സംരക്ഷിക്കുവാൻ ഏറ്റവും നല്ലത് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ദേവീക്ഷേത്രമായി മാറി എന്നുമാണ് കരുതപ്പെടുന്നത്. തുടക്കത്തിലെ ഈ ശിവാലയം ഇപ്പോഴമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആ കാവും അവിടെയുള്ള സർപ്പ ദൈവങ്ങളുമൊക്കെ ചേർന്നതാണ്. ഈ അമ്പലത്തിൻ്റെ നിർമ്മാണം നടത്തിയത് ആര് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ അന്നത്തെ പല കാര്യങ്ങളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രാന്വേഷികൾ അല്ലെങ്കിൽ ചരിത്ര വിദഗ്ധർ കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ വർക്കല മാർത്താണ്ഡ ക്ഷേത്രം, ഇപ്പോഴത്തെ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അത് പണിത വേണാടിൻ്റെ രാജാവാണ് ഈ അമ്പലവും പണിയിച്ചത്, ഇപ്പോഴത്തെ ദേവീക്ഷേത്രവും പണിയിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. വർക്കല ഉദയമാർത്താണ്ഡ ക്ഷേത്രം പണി കഴിപ്പിച്ചത് രവി ഉദയമാർത്താണ്ഡവർമ്മ എന്ന വേണാട് രാജാവാണെന്നാണ്. അദ്ദേഹമല്ലെങ്കിൽ സംഗ്രാമധീരൻ എന്നറിയപ്പെടുന്ന എന്ന് പ്രസിദ്ധനായ രവിവർമ്മ, ഇവരിൽ രണ്ടിൽ ആരുടെയോ കാലഘട്ടത്തിലാണ് പുഴിക്കര ക്ഷേത്രത്തിൻ്റെ, ഇന്നത്തെ ദേവീക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നത് എന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രം സാന്ധാര മാതൃകയിലുള്ളതാണ്. 2 തുരവുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ പുറം തുരവ് കാലപ്പഴക്കത്താൽ നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പരവൂരിലെ ഏറ്റവും പഴയ ആരാധനാലയം പുഴിക്കര തന്നെയായിരുന്നു
എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഏറ്റവും ആദ്യം പണി കഴിപ്പിച്ച ദേവാലയവും പൊഴിക്കര ദേവീക്ഷേത്രം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിങ്കൾ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈരാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യദൂജതി ഹസ്തമാർന്ന തുടി തന്നുത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. Please subscribe Jewel Junction Media.